ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസ് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇന്റർനാസിയോണൽ അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ അവസാനത്തിൽ നെയ്മർ ഒരു കിടിലൻ ഗോളൊക്കെ നേടിയിരുന്നു. പക്ഷേ അത് റഫറി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരത്തിനിടയിൽ നെയ്മർ ജൂനിയർ ഒരു ആരാധകനുമായി തർക്കിച്ചിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരാധകൻ നല്ല രൂപത്തിൽ നെയ്മറെ അധിക്ഷേപിക്കുന്നുണ്ട്. തുടർന്ന് നെയ്മർ ആ ആരാധകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നെയ്മർ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഏതായാലും ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ ആ ആരാധകൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. മാപ്പ് പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നെയ്മറോടുള്ള തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് മോശമായ രൂപത്തിലായിരുന്നു എന്ന കാര്യം ഈ ആരാധകൻ ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സാന്റോസ് ടീം ഞങ്ങളെ നിരാശപ്പെടുത്തുകയായിരുന്നു. അതിനാൽ എനിക്ക് ഉണ്ടായ ആ ഒരു ആശങ്ക അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. നെയ്മറോട് ഞാൻ മോശമായിക്കൊണ്ടാണ് പെരുമാറിയത്. ശരിയായ രീതിയിൽ അല്ല അദ്ദേഹത്തോട് സംസാരിച്ചത്. നെയ്മർക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ ഞാൻ നടത്തി. നെയ്മർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇതൊക്കെ ആ മത്സരത്തിന്റെ ഒരു ആവേശത്തിൽ സംഭവിച്ചു പോയതാണ്. ഞാൻ നെയ്മറുടെ ഏറ്റവും വലിയ ആരാധകരിൽ ഒരാളാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് ഇപ്പോൾ ആ ഒരു ആരാധകൻ തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ഒരു വിവാദം ഇപ്പോൾ അതോടുകൂടി അവസാനിക്കുകയാണ്. മത്സരത്തിൽ സാന്റോസ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തതൊക്കെ സാന്റോസ് തന്നെയാണ്. നെയ്മർ ജൂനിയറും ഒരുപാട് ഗോളവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു, മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ മത്സരത്തിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വരികയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.